ഹായ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റിലെ ആദ്യത്തെ വ്യക്തി ജീൻ പിയാഷെ. നമുക്കറിയാം B.Ed, സെറ്റ്, നെറ്റ് മുതലായി പിന്നെ കേട്ടറ്റ്, സീട്ടറ്റ് എല്ലാ എക്സാമിനും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വികാസവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജീൻ പിയാഷെ. ജീൻ പിയാഷയുടെ മേഖല എന്ന് പറയുന്നത് വൈജ്ഞാനിക വികാസ സിദ്ധാന്തം എന്ന് പറയുന്നതാണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി. അതിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജീൻ പിയാഷെ. നമുക്ക് അദ്ദേഹത്തിൻ്റെ തിയറി എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ജീൻ പിയാഷെ ആരാണ്? അദ്ദേഹം ഒരു സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഒരു ഡെവലപ്മെൻറ്റ് സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾ എന്തല്ല, അഡൾട്ട്സിൻ്റെ ഒരു മിനിയേച്ചർ രൂപമല്ല. അങ്ങനെയൊക്കെയായിരുന്നു നേരത്തെ വിശ്വസിച്ചിരുന്നത്. കുട്ടികൾ അഡൾട്ട്സിൻ്റെ എന്താണ്, ഒരു മിനിയേച്ചർ വേർഷനാണെന്നൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല. കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരുടെ ചുറ്റുപാടുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ നിന്നുമൊക്കെ അറിവ് നിർമ്മിച്ചെടുക്കുന്നു. അപ്പോൾ ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുന്ന ആ ഒരു മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജീൻ പിയാഷെ. അപ്പോൾ കുട്ടികൾ സ്വയം അറിവ് നിർമ്മിച്ചെടുക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ അറിവ് സമ്പാദിക്കുന്ന രീതി എന്ന് അദ്ദേഹം വാദിച്ചു. ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നാണ് അത് നമുക്ക് പഠിക്കേണ്ടത്. സ്കീമ, വാട്ട് ഈസ് സ്കീമ, ദെൻ അക്കോമഡേഷൻ എന്താണ്, അത് കഴിഞ്ഞ് അസിമിലേഷൻ, പിന്നെ ഇക്വിലിബ്രേഷൻ. ഇത് ഇത്രയും ഏറെക്കുറെ എല്ലാ എക്സാംസിനും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. എന്താണ് സ്കീമ, എന്താണ് അക്കോമഡേഷൻ, എന്താണ് അസിമിലേഷൻ, അല്ലെങ്കിൽ എന്താണ് ഇക്വിലിബ്രേഷൻ എന്നുള്ളത്. നമുക്ക് ആദ്യം സ്കീമ എന്താണെന്ന് നോക്കാം. സ്കീമ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ മാനസികതയിൽ നമ്മൾ മെൻ്റലി കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സുകളുണ്ട്. നമ്മൾ കോശം കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്ന പോലെ, ജീവികൾ നിർമ്മിച്ചിരിക്കുന്നത് പറയും പോലെ, വീട് നിർമ്മിക്കുന്നത് ബ്ലോക്സ് കൊണ്ടാണെന്ന് പറയുന്ന പോലെ, നമ്മുടെ മെൻ്റൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലും എന്തുണ്ട്, ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട്. ആ പറയുന്ന ബിൽഡിംഗ് ബ്ലോക്സിനെയോ ഓർഗനൈസ്ഡ് പാറ്റേൺസിനെയോ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്കീമ എന്ന് പറയുന്നത്. എന്താണ് സ്കീമ? അപ്പോൾ അറിവുകളെയും അനുഭവങ്ങളെയും നമ്മൾ മനസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു മാനസിക രൂപങ്ങളെയാണ്, അല്ലെങ്കിൽ മെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സിനെയാണ്, അഥവാ ഓർഗനൈസ്ഡ് പാറ്റേൺസിനെയാണ് സ്കീമ എന്ന് വിളിക്കുന്നത്. സ്കീമ. ഇനി അപ്പോൾ എന്താണ് അക്കോമഡേഷൻ, അല്ലെങ്കിൽ അടുത്തത് അസിമിലേഷനാണ്. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു, നിലവിലുള്ള സ്കീമയുമായി പൊരുത്തപ്പെടുത്തി ഉൾക്കൊള്ളുന്ന പ്രക്രിയ. നമുക്കൊരു സ്കീമ ഉണ്ടായിരിക്കും. ആ സ്കീമ കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, നായ എന്ന് പറഞ്ഞാൽ 4 കാലുള്ള കുരയ്ക്കുന്ന ഒരു ജീവിയാണെന്ത്, നായ. അപ്പോൾ ഒരു നായയെ കാണുമ്പോൾ ചിലപ്പോൾ വേറെ കളറായിരിക്കാം, വേറെ നിറത്തിലുള്ള സൈസിലുള്ളതായിരിക്കാം, പക്ഷേ നായയെ കാണുമ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ച സ്കീമ അനുസരിച്ച് ഇത് നായയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ഒരു പ്രക്രിയയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അക്കോമഡേഷൻ? അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉണ്ടായിരുന്ന സ്കീമ, നമുക്ക് ഓൾറെഡി ഒരു സ്കീമയുണ്ട്. നേരത്തെ നമ്മൾ ആ സ്കീമയുമായിട്ട് എന്ത് ചെയ്തതേ ഉള്ളൂ, താതാത്മ്യം പ്രാപിച്ചതേ ഉള്ളൂ. പുതിയ വിവരത്തെ എന്ത് ചെയ്യുന്നു, നമ്മുടെ നിലവിലുണ്ടായിരുന്ന സ്കീമയുമായി പൊരുത്തപ്പെടുത്തി ഉൾക്കൊള്ളുന്ന പ്രക്രിയയായിരുന്നു അസിമിലേഷൻ. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി അക്കോമഡേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്കീമയിൽ, എക്സിസ്റ്റിംഗ് അറിവിൽ എന്ത് ചെയ്യുന്നു, മാറ്റം വരുത്തുന്നു. കാര്യം അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയാലേ പുതിയ വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചേർക്കാനായിട്ട് കഴിയൂ. നമ്മുടെ ഉണ്ടായിരുന്ന സ്കീമയായിട്ട്, അതായത് പൂച്ചയെ കാണുമ്പോൾ കുരയ്ക്കുന്ന അല്ലെങ്കിൽ 4 കാലുള്ള അങ്ങനെയുള്ള ഒരു കാര്യം മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ അത് പട്ടിയാണെന്ന് തന്നെ, അല്ലെങ്കിൽ നായയാണെന്ന് മാത്രമേ മനസ്സിലേക്ക് വരൂ. അപ്പോൾ അത് പൂച്ചയാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യണം, നിലവിലുള്ള സ്കീമയിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ നിലവിലുള്ള സ്കീമയ്ക്ക് മാറ്റം വരുത്തി പുതിയ വിവരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിസ്റ്റ് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു, അതുമായി അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അസിമിലേഷനും അക്കോമഡേഷനും മാറിപ്പോരുത്. അസിമിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ പുതിയ വിവരങ്ങളെ നിലവിലുള്ള നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുള്ള സ്കീമയുമായിട്ട് എന്ത് ചെയ്യുന്നു, പൊരുത്തപ്പെടുന്നു. അവിടെ സ്കീമയെ നമ്മൾ ആൾട്ടർ ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അതേസമയം അക്കോമഡേഷനിൽ എന്ത് ചെയ്യുന്നു, സ്കീമയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രോസസ്സാണ്. പുതിയ വിവരങ്ങൾ അതുമായി ചേരാതെ വരുമ്പോൾ സ്കീമയുമായി നമ്മളതിനെ മാറ്റി പൊരുത്തപ്പെടുത്തുന്നു. അതാണ് അക്കോമഡേഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് സന്തുലിതാവസ്ഥ? നമ്മൾ പറഞ്ഞെങ്കിൽ നമ്മുടെ മൈൻഡിൽ അപ്പോൾ ഈ പറഞ്ഞ സ്കീമയിൽ എന്ത് ചെയ്യുന്നു, അസിമിലേഷനും അക്കോമഡേഷനും ഒക്കെ മാറി മാറി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ ഒരു ഇക്വിലിബ്രേഷൻ വേണം, ഒരു സ്റ്റെബിലിറ്റി വേണം. ആ സന്തുലിത അവസ്ഥ നിലനിർത്തലിനെയാണ് നമ്മൾ ഇക്വിലിബ്രേഷൻ എന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുകളാണ് സ്കീമ, അസിമിലേഷൻ, അക്കോമഡേഷൻ ആൻഡ് ഇക്വിലിബ്രേഷൻ. അപ്പോൾ ഇത് ഇത്രയും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ജീൻ പിയാഷെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അദ്ദേഹം പ്രധാനമായും നമ്മുടെ കുട്ടികളുടെ വികാസത്തെ, കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ 4 സ്റ്റേജിലായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സെൻസറി മോട്ടോർ സ്റ്റേജ്, പിന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്,
അത് കഴിഞ്ഞ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ദെൻ ഫോർമൽ ഓപ്പറേഷണൽ. ഇത് 4 സ്റ്റേജും എപ്പോഴും എല്ലാ എക്സാംസിനും മാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്നതിലായിട്ടോ അല്ലെങ്കിൽ ഓരോ ഏരിയയിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് വെച്ച് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചോദിക്കാവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് മലയാളം ഡിസ്കസ് ചെയ്യാം. ഇംഗ്ലീഷും അതിൻ്റെ കൂടെ ഉണ്ട്. ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മളിതെന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. കുട്ടികൾ തങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെയും, അതായത് നമ്മുടെ സെൻസസിലൂടെ കാണുക, കേൾക്കുക, സംസാരിക്കുക, തൊടുക, അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയും ശാരീരിക ചലനങ്ങളിലൂടെയും ലോകത്തെ മനസ്സിലാക്കുന്ന കാലഘട്ടമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റേജിലെ പ്രധാന നേട്ടം എന്ന് പറയുന്നത് വസ്തുസ്ഥിരത അഥവാ ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. വസ്തുസ്ഥിരത അഥവാ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ത് ചെയ്യുന്നു, കൺമുന്നിലില്ലെങ്കിലും അമ്മ എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതായത് അമ്മ കൺമുന്നിൽ നിന്ന് മാറിയാൽ ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവൻ കരയുകയോ അല്ലെങ്കിൽ ആ കുട്ടിയെ അമ്മയെ അന്വേഷിക്കുകയോ ചെയ്യും. ഇത് വസ്തുസ്ഥിരതയുടെ ലക്ഷണമാണ്. കൺമുന്നിൽ കാണാത്തപ്പോഴും വസ്തുക്കൾക്ക് നിലനിൽപ്പുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കലാണ് ഈ സ്റ്റേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ കീ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയെ എന്ത് ചെയ്യുന്നു, ഈ കാലഘട്ടത്തിൽ വളർത്തിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ് വസ്തുസ്ഥിരത. സെൻസറി മോട്ടോർ സ്റ്റേജ് ബർത്ത് മുതൽ 2 വയസ്സ് വരെ. നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് അഥവാ 2 മുതൽ 7 വയസ്സ് വരെ. 2 മുതൽ 7 വയസ്സ് വരെ ഏജും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, അത് 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ പറയുന്നത്. ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വികാസവുമായി നമുക്ക് അവരെ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈഗോ സെൻട്രിസിസം, ദെൻ അനിമിസം. അപ്പോൾ എന്താണ് ഈഗോ സെൻട്രിസിസം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ കൂടി കാര്യങ്ങൾ കാണാൻ കഴിയായിക. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട്, സ്വന്തം കാര്യം മാത്രം, അഹം കേന്ദ്രീകൃതമാണ് ഈഗോ സെൻട്രിസിസം. ഞാനാണ് ഇതെല്ലാത്തിൻ്റെയും കേന്ദ്രമെന്ന് വിചാരിക്കുന്നു, എനിക്കാണ് എല്ലാം വേണ്ടതെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒറ്റ കാഴ്ച, അവർക്ക് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, കാര്യങ്ങൾ കാണാൻ കഴിയില്ല. ഏത് കാലഘട്ടത്തിലാണ്, 2 മുതൽ 7 വയസ്സ് വരെ. 2 മുതൽ 7 വയസ്സ് വരെ. ഇത് ഈ സമയത്ത് തന്നെയാണ് പ്രതീകാത്മക ചിന്തയും അതായത് സിംബോളിക്കൽ തിങ്കിങ്ങും ഭാഷാ പ്രയോഗവും, നമ്മുടെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതും ഈ പ്രതീകാത്മക ചിന്തയും ഭാഷാ പ്രയോഗവും അതിവേഗം വികസിക്കുന്ന കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാലും അത് 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് സചേതന ചിന്ത, അനിമിസം. നമ്മൾ കുഞ്ഞിലെ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്നതും അല്ലെങ്കിൽ പാവയോട് സംസാരിക്കുന്നത്, ചെടികളോട് സംസാരിക്കുന്നത്, ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. സചേതന ചിന്ത അഥവാ അനിമസം എന്ന് പറഞ്ഞാൽ നിർജീവ വസ്തുക്കൾക്ക് പോലും എന്തുണ്ടെന്ന് വിചാരിക്കുന്നു, ജീവനുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത് സചേതന ചിന്ത അഥവാ അനിമസം. അപ്പോൾ ഇത് ഇത്രയും ഏത് കാലമാണ്, ഇപ്പോൾ പ്രതീകാത്മക ചിന്തയും അഥവാ സിംബോളിക്കൽ തിങ്കിങ്ങും ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റും അതിവേഗം നടക്കുന്ന കാലഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ 2 മുതൽ 7 വയസ്സ് വരെ. പിന്നെ ഉള്ളത് അഹം കേന്ദ്രീകൃത ചിന്തയാണ്, ഈഗോ സെൻട്രിസിസം. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്നും കാര്യങ്ങൾ കാണാൻ കഴിയാത്ത അവസ്ഥയാണിത്. അത് കഴിഞ്ഞ് കാലഘട്ടത്തിലെ പ്രധാന മറ്റൊരു സവിശേഷതയാണ് സചേതന ചിന്ത അഥവാ അനിമിസം. ജീവനില്ലാത്ത വസ്തുക്കൾക്കും ജീവനുണ്ടെന്ന് വിശ്വസിക്കുക. അടുത്ത പ്രധാനപ്പെട്ട നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് 7 മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, ലോജിക്കൽ തിങ്കിങ് വളരുന്നു. മൂർത്തമായ വസ്തുക്കളെ അടിസ്ഥാനമാക്കി യുക്തിസഹമായി ചിന്തിക്കാൻ, അതായത് മുന്നിൽ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന സാധനങ്ങൾ വെച്ചിട്ട് അവരിൽ എന്ത് ചെയ്യുന്നു, ലോജിക്കൽ തിങ്കിങ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ വളർച്ച പ്രാപിക്കുന്നു. ആ കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ലോജിക്കൽ തിങ്കിങ് ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ, അഥവാ യുക്തിസഹമായ ചിന്ത ഏത് കാലഘട്ടത്തിലെന്ന് ചോദിച്ചാൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് മൂന്നാമത്തെ കാലഘട്ടം 7 മുതൽ 11 വയസ്സ് വരെ. ഈ കാലഘട്ടത്തിലെ മറ്റ് പ്രധാനപ്പെട്ട സവിശേഷതകളാണ് കൺസർവേഷനും റിവേഴ്സിബിലിറ്റിയും. എന്താണ് കൺസർവേഷൻ? ഒരു പാത്രത്തിലിരിക്കുന്ന വെള്ളം, ആ ഒരു കുപ്പിയിലിരിക്കുന്ന വെള്ളം ആ പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചാലും എന്ത് ചെയ്യുന്നില്ല, അളവ് മാറുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം വരുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് കൺസർവേഷൻ. അതായത് രൂപം മാറിയാലും എന്ത് ചെയ്യുന്നില്ല, അളവ് മാറുന്നില്ല എന്നുള്ള മനസ്സിലാക്കലിനെയാണ് കൺസർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ വോളിയം, മാസ്, നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതാണ് ലോജിക്കൽ തിങ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ റിവേഴ്സിബിലിറ്റി. ഇപ്പോൾ നേരത്തെ
നമ്മൾ പറഞ്ഞ പോലെ 1+1 2 ആണെങ്കിൽ ആ 2ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ അടുത്ത 1 കിട്ടുമെന്നുള്ള കാര്യങ്ങൾ, റിവേഴ്സിബിലിറ്റി, കാര്യങ്ങൾ തിരിച്ചും മറിച്ചും ചിന്തിക്കാനുള്ള കഴിവും കുട്ടിയിൽ ഡെവലപ്പ് ആവുന്നു. ഇതെല്ലാം നടക്കുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അടുത്തത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അതാണ് ഈ നാലാമത്തെ ഘട്ടത്തിലാണ് അമൂർത്ത ചിന്തനം. മൂർത്ത ചിന്തനം നടക്കുന്നത് 3ാമത്തെ സ്റ്റേജിലും അമൂർത്ത ചിന്തനം അഥവാ അബ്സ്ട്രാക്റ്റ് തിങ്കിങ് നടക്കുന്നത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 4ാമത്തെ സ്റ്റേജിലാണ്. 12 വയസ്സ് മുതൽ മുകളിലേക്കുള്ള കാലഘട്ടമാണെന്തെന്ന് പറയുന്നത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ കാണാത്തതും സങ്കല്പിക്കാവുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച്, കാണാൻ കഴിയാത്തത് നമുക്ക് സങ്കല്പിച്ചെടുക്കാൻ കഴിയുന്നു, അവയെപ്പറ്റി പോലും യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ശേഷി വളർന്നു വരുന്നു. അതിനെയാണ് നമ്മൾ അമൂർത്ത ചിന്തനം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അനുമാനങ്ങളിലൂടെയും, അതായത് പ്രോബ്ലം സോൾവിങ്, നമ്മൾ കൃത്യമായ സിസ്റ്റമാറ്റിക് പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സിലൂടെ എന്ത് ചെയ്യുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യത വളരുന്നു, അല്ലെങ്കിൽ ആ ഒരു ശേഷി കുട്ടികളിൽ വളരുന്നു. അനുമാനങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഭാവി ആസൂത്രണം ചെയ്യാനും കുട്ടിക്ക് സാധിക്കുന്ന സ്റ്റേജാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് അഥവാ 4ാമത്തെ വളർച്ചാഘട്ടം. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജീൻ പിയാഷെ ആയിട്ട് പഠിക്കേണ്ടത്. ജീൻ പിയാഷയുടെ സ്കീമ, അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ, പിന്നെ 4 പ്രധാന വളർച്ചാ ഘട്ടങ്ങൾ, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ആദ്യത്തെ സെൻസറി മോട്ടോർ, പിന്നെ പ്രീ ഓപ്പറേഷണൽ, അത് കഴിഞ്ഞ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ ആൻഡ് ഫോർമൽ. ഇത്രയുമാണ് ഈ 4 വളർച്ചാ ഘട്ടങ്ങൾ. 4 വളർച്ചാ ഘട്ടങ്ങളിലും പ്രധാനപ്പെട്ട സവിശേഷതകളുണ്ട്. അത് കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. ഓപ്ഷൻ മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഡ്യൂറിങ് വിച്ച് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഡസ് എ ചൈൽഡ് ഡെവലപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് പെർമനൻസ്? യെസ്, വസ്തുസ്ഥിരത അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന ഓക്കെ, ഇതിൽ മലയാളം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ഓപ്ഷൻസിൽ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രാഗ് മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മൂർത്ത മനോവ്യാപാര ഘട്ടം, അടുത്ത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഔപചാരിക മനോവ്യാപാര ഘട്ടം. അപ്പോൾ ഇതും കൂടി നിങ്ങൾ നോക്കി വയ്ക്കുക. കാര്യം കേട്ടറ്റ് കാറ്റഗറികളിൽ ചിലപ്പോൾ ഈ മലയാളത്തിലായിരിക്കും ഇതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തു വെച്ചിരിക്കുക. അതൊന്ന് നോക്കി വയ്ക്കുക. ഈ മൂർത്ത മനോവ്യാപാര ഘട്ടം 3ാമത്തെയാണ്. നമുക്കറിയാം അല്ലെങ്കിൽ എന്താണ് യുക്തിചിന്ത വളരുന്നത് അവിടെയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് പെർമനൻസ് ഇതിൽ ഏത് സ്റ്റേജിലാണ്? നമ്മുടെ 4 സ്റ്റേജുകളിൽ എവിടെയാണ്? നമ്മൾ പറഞ്ഞു കുട്ടിക്ക് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ 1ാമത്തെ വികാസഘട്ടത്തിൽ 0 മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് എന്തുണ്ടാവുന്നത്? ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വസ്തുസ്ഥിരത വളർന്നു വരുന്നത് അവിടെയാണ്. കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും എന്ത് ചെയ്യുന്നു, വസ്തു നിലനിൽക്കുന്നു എന്നുള്ള ഐഡിയ ആണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ആൻസർ ഇന്ദ്രിയ ചാലകഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. യെസ്, ശിശുക്കളുടെ ഇന്ദ്രിയ ചാലകഘട്ടത്തിൽ 0 മുതൽ 2 വയസ്സ് വരെ കുട്ടികൾ ആർജിക്കുന്ന പ്രധാന സവിശേഷതയാണ് വസ്തുസ്ഥിരത എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ, the process of modifying existing mental structures to incorporate new information is called. നമ്മൾ മോഡിഫൈ ചെയ്യുന്നു, അവിടെ ആ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വി ആർ മോഡിഫൈങ് ദ എക്സിസ്റ്റിംഗ് മെൻ്റൽ സ്ട്രക്ചേഴ്സ്. നമ്മുടെ എക്സിസ്റ്റിംഗ് മെൻ്റൽ സ്ട്രക്ചറാണ് സ്കീമ. ആ എക്സിസ്റ്റിംഗ് സ്കീമയെ നമ്മൾ എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്യുന്നു. എന്തിന്? പുതിയ ഇൻഫർമേഷൻ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേതാണ് ഇതിൻ്റെ ആൻസർ? അസിമിലേഷൻ ലയിപ്പിക്കൽ, അക്കോമഡേഷൻ മാറ്റം വരുത്തൽ അഥവാ അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ സന്തുലിതാവസ്ഥ, സെൻട്രേഷൻ അഥവാ കേന്ദ്രീകരണം. ഇവിടുത്തെ ആൻസർ എന്താണ്? യെസ്, അക്കോമഡേഷൻ ആണ് ഇവിടുത്തെ ആൻസർ. കാര്യം പുതിയ വിവരങ്ങൾ നമുക്ക് നിലവിലുള്ള സ്കീമ വെച്ച് പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ സ്കീമയിൽ മാറ്റം വരുത്തുന്നതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം പുതിയ വിവരം നമ്മുടെ നിലവിലുള്ള സ്കീമയുമായി വെച്ച് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ മോഡിഫിക്കേഷൻ നടക്കുന്നില്ല. അക്കോമഡേഷനിൽ അങ്ങനെ തന്നെ പഠിച്ചു, അക്കോമഡേഷനിൽ മോഡിഫിക്കേഷൻ നടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: നമ്മുടെ ഈഗോ സെൻട്രിസിസം, ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്സ് ഈഗോ സെൻട്രിസിസം, അഹം കേന്ദ്രീകൃതം, അനിമിസം, ഈ പറയുന്നത് എവിടെയാണ്, ഏത് സ്റ്റേജിലാണ് കാണപ്പെടുന്നത്? ഈ പറയുന്ന എന്താണ് പ്രത്യേകതകൾ ഏത് സ്റ്റേജിൽ? ഈഗോ സെൻട്രിസിസം ഒക്കെ വളരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? അനിമിസം നമ്മൾ പറഞ്ഞു, അനിമിസമൊക്കെ സത്യത്തിനകത്ത് നമ്മൾ ജീവനില്ലാത്ത വസ്തുക്കളിൽ എന്തുണ്ട്? ജീവനുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ കുട്ടികളായിരിക്കുമ്പോഴായിരിക്കും. ഏത് കാലഘട്ടത്തിലാണ് നടക്കുക? യെസ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലായിരിക്കും, 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ. അഹംകേന്ദ്രീകൃത ചിന്തയും സചേതന ചിന്തയും പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൻ്റെ അഥവാ പ്രീ ഓപ്പറേഷണൽ ഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ്. ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്.
ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് എല്ലാ ടോപ്പിക്കും കഴിഞ്ഞതിന് ശേഷം എല്ലാ ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ള പ്രത്യേകം സെപ്പറേറ്റ് PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തേത് ഇനി എന്താണ് ഇതിൻ്റെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് എന്താണ്? നമുക്കറിയാം ഓരോ കുട്ടി ഇപ്പോൾ നമ്മൾ പറഞ്ഞു പല പ്രായത്തിനനുസരിച്ച് നമ്മളിപ്പോൾ ക്ലാസിഫൈ ചെയ്തു 4 സ്റ്റേജുകളിലായിട്ട്. അപ്പോൾ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് എങ്ങനെയാണ് അവരുടെ വളർച്ചയ്ക്ക് അനുസൃതമായ രീതിയിൽ നമുക്ക് എങ്ങനെ അവർക്കുള്ള എന്താണ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് അനുസരിച്ച് നമുക്ക് എങ്ങനെ മെത്തേഡ്സ് ടീച്ചിങ് ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് സെലക്ട് ചെയ്യാം. അതൊക്കെ ഇതിൻ്റെ ഈ പറയുന്ന തിയറീസ് പഠിക്കുന്നത് കൊണ്ട് നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഡിസ്കവറി ലേണിങ്ങിന് നമ്മൾ പിയാഷെ പറയുന്നത് എന്താണ്? കുട്ടികൾ സ്വയം അറിവ് നിർമ്മിച്ചെടുക്കുന്നു എന്നാണ്. അപ്പോൾ കുട്ടികൾക്ക് അറിവ് നിർമ്മിച്ചെടുക്കാനുള്ള സമയം കൊടുക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പരീക്ഷണങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു പാഠ്യ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുക. പരീക്ഷണങ്ങളിലൂടെയുള്ള പഠനത്തിന് പ്രാധാന്യം നൽകുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്